പുതുപ്പള്ളിക്കാർക്ക് ഇത് ദുഃഖ ഞായറായിരുന്നു. കരോട്ട് വള്ളിക്കാല വീട് തിരക്കി വരുന്നവരെ സ്വീകരിക്കാൻ ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവില്ലാത്ത ഒരു ഞായർ. ഓർമ്മ വെച്ച നാൾ മുതൽ തങ്ങൾ കണ്ടിരുന്ന തങ്ങളുടെ സ്വന്തം കുഞ്ഞുഞ്ഞില്ലാത്ത പുതുപ്പള്ളിയിലെ ആദ്യത്തെ ഞായർ. തങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞില്ലാത്ത ഒരു ഞായറാഴ്ച എന്നത് പുതുപ്പള്ളിയിലെ ഇടവകക്കാർക്കും നാട്ടുകാർക്കും ഇതുവരെ ഉൾക്കൊള്ളാനായിട്ടില്ല. എന്നിട്ടും പുതുപ്പള്ളി കവലയിൽ ഇന്നും നിരവധി അപരിചിതർ ബസ് ഇറങ്ങി. കരോട്ടെ വീട്ടിലേക്കല്ല, പുതുപ്പള്ളി പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്കുള്ള വഴിയിലേക്ക് അവർ പതുക്കെ നീങ്ങി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിടവാങ്ങിയ ശേഷമുള്ള ആദ്യ ഞായറാഴ്ച ആയതിനാൽ തന്നെ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ അദ്ദേഹത്തിന്റെ ഖബറിടത്തിൽ നിരവധി പേരാണ് ആദരാഞ്ജലി അർപ്പിക്കുവാനെത്തിയത്. മെഴുകുതിരിയും പൂക്കളുമായി തങ്ങളുടെ കുഞ്ഞുഞ്ഞിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു പിടി പുഷ്പം അർപ്പിക്കാനെത്തിയവർ കണ്ടുനിന്നവർക്കുള്ളിലും ഒരു ചെറു നെരിപ്പോടുണ്ടാക്കുന്നതായിരുന്നു. 1980 ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റുന്നത്. അന്ന് പുതുപ്പള്ളിക്കാർക്ക് കൊടുത്ത വാക്കാണ് എല്ലാ ഞായറാഴ്ചയും പുതുപ്പള്ളിയിൽ എത്തുമെന്നത്. 40 വർഷം മുടങ്ങാതെ ആ പതിവ് പുതുപ്പള്ളിക്കാരുടെ സ്വന്തം കുഞ്ഞുഞ്ഞ് തുടർന്നുകൊണ്ടേയിരുന്നു. ലോകത്തെവിടെയാണെങ്കിലും ഞായറാഴ്ച പുലർച്ചെ പുതുപ്പള്ളി പള്ളിയിൽ കുർബാനയ്ക്ക് എത്തുന്നതായിരുന്നു ശീലം. പുതുപ്പള്ളി എന്ന നാട് ഉമ്മൻചാണ്ടിയുടെ വികാരമായിരുന്നെങ്കിൽ പുതുപ്പള്ളി പള്ളി ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങൾ എക്കാലവും ഉമ്മൻചാണ്ടിക്ക് പ്രിയപ്പെട്ട ഇടങ്ങളായിരുന്നു. ദേവാലയത്തിലെത്തുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് മുഖ്യമന്ത്രിയുടെയോ MLAയുടെയോ രാഷ്ട്രീയക്കാരൻ്റെയോ മേൽവിലാസമില്ലായിരുന്നു. തീർത്തും സാധാരണക്കാരനെന്ന നിലയിൽ പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞുഞ്ഞ് പള്ളിയുടെ പിൻഭാഗത്തെയോ വശത്തെയോ വാതിലിനോട് ചേർന്ന് അങ്ങ് നിൽക്കും. ജീവിതത്തിലെ നിർണായക ഘട്ടങ്ങളിലും തീരുമാനങ്ങൾ എടുക്കേണ്ട അവസരങ്ങളിലും പള്ളിയിലോ പള്ളിക്ക് മുന്നിലെ കുരിശൻ ചുവട്ടിലോ എത്തി പ്രാർത്ഥിക്കുന്നതും ഉമ്മൻചാണ്ടിക്ക് പതിവായിരുന്നു. കഴിഞ്ഞ വർഷം നവംബർ 2 ബുധനാഴ്ചയാണ് ഉമ്മൻചാണ്ടി അവസാനമായി പുതുപ്പള്ളി പള്ളിയിൽ പ്രാർത്ഥിക്കാനെത്തിയത്. ജർമ്മനിയിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നതിന് മുൻപായിരുന്നു ആ വരവ്. ആ ജനകീയ നേതാവ് നമ്മളോട് വിട പറഞ്ഞു പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞതു മുതൽ ഇവിടെ വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ജനങ്ങൾക്കിടയിൽ ജീവിച്ച ജനകീയ നേതാവിൻ്റെ ജനസമ്പർക്കം അദ്ദേഹത്തിൻ്റെ കല്ലറയിലേക്കും നീളുകയാണ്. പുതുപ്പള്ളിക്കാരുടെ സ്വന്തം കുഞ്ഞുഞ്ഞ് പുതുപ്പള്ളിക്കാരെ കാത്ത് പള്ളിമുറ്റത്ത് ഇനി എന്നും ഉണ്ടാകും.